ഹലോ, അവിടെ എന്താ ചെയ്യുന്നേ? തലേദിവസം നമ്മൾ പറഞ്ഞ് മനസ്സിലായിട്ട് രാത്രി കഷ്ടപ്പെടുത്തതും പോലെ അവിടെ എന്തോ ചെയ്യുന്നത് ഊട്ടിക്കണം കണ്ടം പോയി. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാമോ ആരെങ്കിലും? ആരെങ്കിലും നീ പറയടി, നീ അല്ലേ തലേദിവസം രാത്രി പണിയുണ്ടെന്നും പറഞ്ഞ് തന്നത്. നാളെ വെക്കേണ്ട സാധനമല്ലേടി ഇത്? ഇങ്ങോട്ട് നോക്കി. അതെ, തലേ ദിവസം വന്നിട്ട് പറയും സ്കൂളിലെ കാര്യങ്ങളാണ്. തലേ ദിവസം വന്നിട്ട് പറയും അതുണ്ടാക്കണം ഇതുണ്ടാക്കണം നാളെ സ്കൂളിൽ കൊടുക്കണമെന്ന്. ഇപ്പൊ പറയാം ക്ലോക്ക് ഉണ്ടായിക്കൊണ്ട് കൊടുക്കാൻ. ഒറ്റ ഇത് ക്ലോക്ക് ആണ് ഗൈസ്. ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അളവ് എടുത്തോണ്ടിരിക്കുക. തുണി തയ്ക്കുന്നു. ശരിക്കല്ലേ? ഇനി ഇതെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കുന്നു. അതെ, പേരൻസിന് വരുന്ന കഷ്ടപ്പാട് എന്താ ചെയ്യാൻ. അതെ, നമ്മള് ബോർഡിൽ നമ്മള് ഇത് ഒട്ടിച്ചു. ഇതിനെന്തായിരുന്നു പറയണേ, ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. അതിന്റെ മുകളിൽ നമ്മൾ അടുത്തൊരു സെറ്റ് ഒപ്പിച്ചു. ഇനി ഇതിൽ നമ്മൾ നമ്പേഴ്സ് ഇപ്പോൾ വെട്ടാൻ പോണു. നമ്പേഴ്സ് വെട്ടി ഫുള്ള് നമ്പേഴ്സ് ഒട്ടിക്കും. അതിന് ശേഷം സെന്ററിൽ നമ്മൾ സൂചി നമ്മൾ വെട്ടിയിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്യും. ഫൈനൽ നോക്കാമോ? നമുക്ക് നോക്കാം ഗൈസ്. എവിടെ വരെയായി? നമ്പേഴ്സ് ഒക്കെ വെട്ടി അറേഞ്ച് ചെയ്യുവാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ, കൊള്ളാലോ. ഇപ്പൊ സമയം 11 മണി. ആഹാ, ഇതിന്റെ ഉടമസ്ഥ ഭയങ്കര ഉറക്കമാ. ദൈവമേ, അവള് വല്ല അറിയുന്നുണ്ടോ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ഇതിനിപ്പോ ഒട്ടിച്ച് സെറ്റ് ആക്കണം. ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഇത് കറക്കാൻ നിൽക്കുന്നില്ല. ഒട്ടിച്ച് സെറ്റ് ആക്കാം. ഫൈനൽ ടച്ച്. നല്ല തിളക്കമുള്ള ക്ലോക്ക്. അങ്ങനെ നമ്മുടെ വർക്ക് തിളങ്ങണം. പക്ഷെ അവള് 2 ദിവസം നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ കറക്കമൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. അവള് ഇവിടെ വന്നിട്ടും പറഞ്ഞില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞേ. ചുമ്മാ തലേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സെറ്റ് ആക്കാം? എന്നിട്ട് ഇതേ കിടന്ന് ഉറങ്ങുന്നു, വിളിച്ചുണർത്തി കാണിക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഫൈനൽ ക്ലോക്ക് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ, അടിപൊളി. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ ഫ്രില്ല പോലെയൊക്കെ കൊടുത്ത് ഡിസൈൻ വേണമെന്നില്ല. സമയം 11:30 11:30. അടിപൊളി. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. കിടന്നുറങ്ങിക്കോ.